ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ എല്ലാ ആളുകളിലും ഉള്ള ഒരു പ്രശ്നമാണ് ശത്രുദോഷം എന്നുള്ളത്. അപ്പോൾ ആ ദോഷം മാറി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ, അതായത് ഞൊടിയിടയിൽ നമ്മുടെ ദോഷം മാറി നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ കൊണ്ടുതരുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എത്ര വലിയ ശത്രുദോഷങ്ങളുണ്ടോ അതൊക്കെ മാറി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സർവമംഗളം ഭവിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ ജപിക്കേണ്ട ഒരു മന്ത്രമെന്ന് വെച്ചാൽ ശ്രീ ഭദ്രകാളി പത്ത് എന്ന ആ ഒരു നാമമാണ്. അപ്പോഴത് നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ക്ഷേത്രത്തിൽ പോയിട്ട്, ദേവി ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ പോയി അവിടെ ദേവിക്ക് കുങ്കുമാർച്ചനയോ അതല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലിയോ അങ്ങനെ അല്ലെങ്കിൽ ശത്രു സംഹാര പൂജ എന്തെങ്കിലും നടത്തിയതിന് ശേഷം ദേവിക്കൊരു ചുമന്ന പട്ടും സമർപ്പിച്ചതിന് ശേഷം ദേവിയുടെ തിരുനടയിൽ നിന്ന് തന്നെ ജപിക്കാമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ മന്ത്രം നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. അപ്പോൾ ആ നാമം ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഖണ്ഡേ കാളി മഹാകാളി കാളിനീരദവർണിനി കാളകണ്ഠാത്മജാതേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ദാരുകാദിമഹാദുഷ്ട ദാനവൗഖനിഷൂധനെ ദീനരക്ഷണദക്ഷേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ചരാചര ജഗന്നാഥേ ചന്ദ്രസൂര്യാഗ്നിലോചനേ ചാമുണ്ടേ ചാമുണ്ടേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. മഹൈശ്വര്യപ്രദേ ദേവി മഹാത്രിപുരസുന്ദരി മഹാവീര്യമഹേഷി ശ്രീ ഭദ്രകാളി നമോസ്തുതേ. സർവവ്യാധിപ്രശമനി സർവമൃത്യുനിവാരിണി സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പുരുഷാർത്ഥപ്രദേ ദേവി പുണ്യബലപ്രദേ പരബ്രഹ്മസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. ഭദ്രമൂർത്തേ ഫകാരാധ്യേ ഭക്തസൗഭാഗ്യദായികേ ഭവസങ്കടനാശേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. നിസ്തുലേ നിഷ്കളേ നിത്യേ നിരവായേ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസൗഖ്യോപചാരിണി പഞ്ചാശൽപീഠരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. കന്മഷാരണ്യദാവാഗ്നേ ചിന്മയേ സന്മയേ ശിവേ പത്മനാഭവന്ദ്യേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ. അപ്പോൾ ഈ ഒരു നാമം നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം നോക്കുമെങ്കിൽ നമ്മൾ വലിയ വ്രതമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. മത്സ്യമാംസാദികൾ ഒക്കെ യൂസ് ചെയ്താലും വലിയ പ്രശ്നങ്ങളില്ല. അതായത് നമ്മൾ കഴിവതും അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക. വേണ്ടുന്നവർക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞും പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ മന്ത്രം ഭക്തിയാൽ ജപിക്കുക. ഉറപ്പായിട്ടും നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്, അതായത് ശത്രുദോഷം മൂലം നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുക, അസുഖങ്ങൾ ഒഴിഞ്ഞ് സമയം കാണാതാവുക, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും വലിയവരാണെങ്കിലും ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഴ്ചകളൊക്കെ ഉണ്ടാവുക, അതായത് നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് വീഴുക, ഇതൊക്കെ അതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പം നമ്മൾ വീഴുന്നതൊക്കെ ശത്രുദോഷം കൊണ്ടെന്ന് മാത്രം പറയല്ല, അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാതെ നടന്നാൽ നമ്മൾ വീണ് പോകും. അതൊക്കെ അതല്ല, നമുക്ക് പെട്ടെന്ന് തുടരെ നമ്മുടെ വീട്ടിലെ ഓരോ ആളുകൾക്കും അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പെട്ടെന്ന് വരികയാണെങ്കിൽ അതെന്തെങ്കിലും ശത്രുദോഷം കൊണ്ട് തന്നെയാകും. അപ്പോൾ നിങ്ങൾ വീട്ടിലും ഇത് ജപിക്കാൻ നോക്കുക. എന്ന് സന്ധ്യാസമയത്ത് ജപിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അപ്പോൾ എത്ര വലിയ ശത്രുദോഷങ്ങളെ നിങ്ങൾക്ക് ഇടയിൽ തന്നെ ഈ ഒരു മന്ത്രത്തിലൂടെ അകറ്റി നിർത്താൻ ദേവി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ.